വിമല മനോഹരി മാധേവി അമല മനോഹരി മാധേവി വിമല മനോഹരി മാധേവി യേശുവിൻ അമ്മേ എൻ പ്രിയനായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹബഹുമാനമുള്ളവരെ, നമ്മുടെ വിശുദ്ധ അന്ന ദേവാലയത്തിലെ BCC മേഖലാ കൺവെൻഷൻ വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ജോസഫ്, സെന്റ് അന്ന, പരിശുദ്ധ വേളാങ്കണ്ണി മാത എന്നീ യൂണിറ്റുകളുടെ മേഖല BCC കൺവെൻഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഇടവക വികാരി അച്ഛൻ, ഉപദേശി, BCC ലീഡർ, മുൻ ഉപദേശി, BCC കോർഡിനേറ്റർ എന്നിവർ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. മുൻ ഉപദേശി തോമസ്. ഇനി വിളിക്കുന്ന ഇതിന് പേര് പറയുന്ന ആൾക്കാരും കൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ദേവി, ഉഷ, സുനിത, സുബീഷ്, സൗമ്യ, സുനിത, ദീപു, സജികുമാർ, സജിത എന്നിവർ സ്റ്റേജിലേക്ക് വന്നിരിക്കേണ്ടതാണ്. ഇനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം. പരിസ്ഥിതി ഗാനം ആലോചിക്കാനായിട്ട് ദിവ്യ ക്ഷണിച്ചു. സുഖമാക്കണേ
ജനവഴിയേ സത്യം പറയുവതിനായി എന്നും തവ മഹിമ പാടാനധരം വിടരുവതിനായി നീന്റെ ഉള്ളിൽ വാഴുന്ന നേരം മനഃശാന്തി നൽകിയിടണേ നാഥ ആത്മാവിനെ തന്നിടണേ നീ ആശ്വാസമായി വന്നിടണേ. സ്വാഗതം പറയുന്നതിനായി ആൻസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് BCC കൺവെൻഷൻ ആയിട്ടാണ്. ആദ്യമായി ഈ വാർഷികത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ ഇടവക വികാരി സ്നേഹബഹുമാനമുള്ള ബിനു വർഗീസ് അച്ഛനാണ്. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ബിനു അച്ഛനെ BCC വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഉപദേശിക്കാണ്. ഇടവക പ്രവർത്തനങ്ങളിൽ അച്ഛനോട് ചേർന്ന് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയ ഉപദേശി ശ്രീ വർഗീസ് ഉപദേശിയെ BCC വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി BCC കോർഡിനേറ്റർ ശ്രീ ബിജുകുമാറിനെയാണ്. BCCയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന BCC കോർഡിനേറ്റർ ശ്രീ ബിജുകുമാറിനെ BCC വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് മുൻ ഉപദേശി ശ്രീ NN വർഗീസിനാണ്, NN തോമസിനാണ്. ഇടവകയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കടന്നുപോയ ശ്രീ മുൻ ഉപദേശിക്കും നമ്മുടെ ഈ BCC മേഖലാ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ KLCA പ്രസിഡന്റിനാണ്, ശ്രീ സജി കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ മതബോധന HM ശ്രീമതി സജിത VS നെയാണ്. ശ്രീമതി സജിതയെയും ഈ BCC മേഖലാ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി KCY പ്രതിനിധി ശ്രീ ദീപുവിനെയും ഈ മേഖലാ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഓരോ BCCയുടെയും പ്രതിനിധിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ലീഡർമാർക്കാണ്. ആദ്യമായി വിശുദ്ധ കൊച്ചുത്രേസ്യ യൂണിറ്റിലെ ലീഡർ ശ്രീ ദേവിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് സെന്റ് ജോർജ് യൂണിറ്റിൽ നിന്നും എത്തിച്ചേർന്ന ലീഡർ ശ്രീമതി സൗമ്യയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സെന്റ് തോമസിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ശ്രീ സുബീഷിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് BCC വാർഷികത്തിന് എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങൾക്കുമാണ്. ഒരിക്കൽ കൂടി ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അടുത്തതായി ആമുഖ സന്ദേശം നൽകാനായി വർഗീസ് ഉപദേശി ക്ഷണിച്ചു. ഇത്രയും സ്നേഹത്തോടുള്ള
നമ്മുടെ വികാരിച്ച പ്രിയമുള്ള മുൻ ഉപദേശി, പ്രിയമുള്ള BCC കോർഡിനേറ്റർ വിജയകുമാർ, മറ്റ് BCC ലീഡർമാരായ ഡേവിഡ്, സൗമ്യ, സുബേഷ്, KLCയുടെ പ്രസിഡന്റ് സജികുമാർ, യുവജനങ്ങളുടെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന ദീപ, മറ്റ് പ്രിയമുള്ളവരെ, അതിലുപരി നമ്മുടെ ഫോട്ടോഗ്രാഫർ റെഡിയായിരിക്കുകയാണ്. ഇന്നെല്ലാം കറക്റ്റായിട്ട് വിളിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ 3 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ആഘോഷമാണ് ഇവിടെ നടത്തുന്നത്. BCCയുടെ ഏകദേശം 3 വർഷത്തിൻ്റെ സമാപന ദിനങ്ങളാണ്. അത് വളരെ ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ദൈവം തന്നിരിക്കുന്നതായ അല്ലെങ്കിൽ തന്നുകൊണ്ടിരുന്ന ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നോക്കുക, ഒരു നിമിഷം പറയാൻ പറ്റുന്നതും പറയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ്. നമ്മൾ ഈ 3 വർഷം കൊണ്ട് ദൈവത്തെ എത്ര അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് 4 യൂണിറ്റിലെ അംഗങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സാധാരണ മറ്റു യൂണിറ്റുകളുണ്ട്. അപ്പോൾ 4 യൂണിറ്റല്ല, മറ്റു യൂണിറ്റുള്ള അംഗങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും പറയാറുണ്ട് BCC പ്രാർത്ഥനയ്ക്ക് വരണേ, അല്ലെങ്കിൽ ഇന്നത് വെച്ചാണ് പ്രാർത്ഥന. അപ്പോഴും ഓമെന്ന് പറയും. എന്നിട്ടെന്ത് പറയും? വീടോട് ചെന്നിട്ട് പറയും അത് അവരങ്ങ് നടത്തട്ടെ. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഇന്നത് പറയാതിരിക്കാൻ പറ്റില്ല. BCCയുടെ നമ്മൾ 4 യൂണിറ്റിൻ്റെ അല്ലേ. അതുകൊണ്ട് ഞാൻ 2-3 ദിവസം കൊണ്ട് ഇതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. കാരണം നമ്മൾ പള്ളിയിൽ പോയില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കും. ഒരിക്കലും കേൾക്കാത്തവനല്ല ദൈവം. വീട്ടിലോ നാട്ടിലോ വഴിയിലോ എവിടെ വേണോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയും ചെയ്യും. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. സക്കേവൂസ് എന്നുള്ള ഒരു വ്യക്തി ജനിച്ചു ജീവിച്ചു. ദൈവം ഇല്ലാത്തതുകൊണ്ടാണോ ജനിച്ചതും ജീവിച്ചതും? അല്ല, ഒരു മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി ജീവിച്ചു. എന്നിട്ട് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, സക്കേവൂസിന്റെ ഭവനത്തിൽ ദൈവം പ്രവേശിച്ചപ്പോൾ ആ കുടുംബത്തിന് രക്ഷ കൈവന്നു. അതുവരെയും രക്ഷ ഉണ്ടായിരുന്നു. സക്കേവൂസ് ജീവിച്ചില്ലേ? സക്കേവൂസ് ജീവിച്ചു, വളർന്നു, മറ്റുള്ളവരെ ദ്രോഹിച്ചു, ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കിയില്ല. ഇതാണ് നമ്മുടെ ഇടയിലുള്ള ഒരു പ്രത്യേകത. ദൈവസ്നേഹം എന്തെന്ന് അറിയണമെങ്കിൽ പള്ളിയിൽ വരണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ഇതുകൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുള്ളൂ. പക്ഷേ സക്കേവൂസിന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോഴാണ് ആ കുടുംബത്തിന് രക്ഷ കൈവന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നതല്ല. എന്നിട്ട് ഇപ്പൊ സഖാകാലത്ത് ഒരു കടന്നുപോകലിന്റെ ഒരു ഭാഗമുണ്ട്. ആ കടന്നുപോകുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഞാൻ ഇതിലേ കടന്നുപോകും. ദൈവം നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ, അപ്പോൾ കടന്നു പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കും. എന്നതിന് കടന്നു പോകുന്നത്? കർത്താവ് എൻ്റെ ഭവനത്തിലുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്, നിറഞ്ഞു നിൽക്കുന്നു. എങ്കിലും കർത്താവ് ഒരു ദിവസം നമ്മളെ വീട്ടിനടയിൽ കൂടി കടന്നു പോകും. ഞാൻ BCCകളിൽ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കിതാണ്, കടന്നു പോകുമ്പോൾ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം പടിയിൽ തേക്കുമ്പോൾ അവിടെ വന്ന് കർത്താവ് തിരിഞ്ഞു നിൽക്കും. തിരിഞ്ഞു നിന്നിട്ട് ആശംസിക്കും, ഈ ഭവനത്തെ ആശീർവദിക്കുന്നു. അപ്പോൾ എല്ലാ ഭവനവും തിരഞ്ഞെടുത്തോ? വെറുതെയാണോ നമ്മളിത് കേൾക്കുന്നത്? അല്ല പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ പ്രാർത്ഥനയാകുന്ന ആ ശക്തി
നമ്മുടെ ഭവനത്തിലുണ്ടാകുമ്പോൾ അത് ഈ കട്ടാപ്പടിയിൽ തെളിഞ്ഞു നിൽക്കും, പ്രകാശിക്കും. ആ പ്രാർത്ഥനയുടെ ശക്തി സൂര്യനേക്കാൾ പ്രകാശിക്കുന്നതാണ് പ്രാർത്ഥന. ആ ഭവനം ദൈവം ആസ്വദിക്കും. രാത്രിയായാലും ശരി, പകലായാലും ശരി, എപ്പോഴാണ് ദൈവം കടന്നു വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ദൈവം കടന്നു വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് 24 മണിക്കൂറും പ്രകാശിക്കുന്ന ഒന്നാണ് പ്രാർത്ഥനയുടെ ശക്തി. അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. അതിങ്ങനത്തെ അവസരങ്ങളിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം, സാഹചര്യം കിട്ടുന്നത്. ഞാൻ 1-2 യൂണിറ്റിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. അതിപ്പോൾ ഒന്നുകൂടി കേട്ടവരും കേൾക്കാത്തവരുമായിട്ടുള്ളവർ ഒന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ സമയമുണ്ടാവുകൊണ്ടാണ്. ഞാൻ ജീവിതകാലത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു വീട് വയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല എനിക്ക് നല്ല വീട് വേണം എന്ന് പ്രാർത്ഥിച്ചിട്ടുമില്ല. അവസാനം കഴിഞ്ഞ ഡിസംബർ മാസത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ്, നിങ്ങൾ 3 കാര്യങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടുക, തരും. അച്ഛൻ പറഞ്ഞു തരും, ദൈവം തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥിച്ച് എനിക്ക് ചെറിയൊരു വീട് വയ്ക്കാനുള്ള അവസരം തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥന കേട്ടു. അതിലുപരി നിങ്ങൾക്കൊരു പറയുന്ന ഒരു നിർദ്ദേശം ഇതാണ്: കർത്താവിൻ്റെ ഡ്രസ്സ്, കർത്താവിന് ഉപയോഗിക്കുന്ന തുണികൾ ഞാൻ കഴിയുന്നതും നന്നായിട്ട് കഴുകിയാണ്, വൃത്തിയാക്കിയാണ് ആൾക്കാരിൽ വയ്ക്കുന്നത്. ചെറിയ പോരായ്മയൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും മാക്സിമം ഞാനത് വൃത്തിയാക്കി വയ്ക്കാറുണ്ട് കാലാകാലങ്ങളിൽ. അപ്പോൾ എനിക്ക് തന്ന ഒരു നിർദ്ദേശം കർത്താവ് തന്നത് ഇതാണ്: നീ എനിക്കായി ചെയ്യുമ്പോൾ, വൃത്തിയാക്കുമ്പോൾ, നീ കിടക്കുന്ന ആ ഭവനം വൃത്തിയാക്കി തരേണ്ട ഉത്തരവാദിത്തം കർത്താവിനല്ലേ. ഞാൻ ഈ വെറുമാക്കല്ലാട്ടോ പറയുന്നത്, എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാനൊന്ന് ചെയ്യും, ഞാൻ പറയും, അത് പ്രാവർത്തികമാകും, അത് സത്യവുമാണ്. അപ്പോൾ ഇതാണ് കർത്താവിന് വേണ്ടി നമ്മൾ എന്തിന് ചെയ്യുന്നുവോ അതിൻ്റെ 70 മടങ്ങ് ദൈവം നമുക്ക് തരും. കർത്താവിനെ നമ്മൾ വൃത്തിയായി കർത്താവിന് തൊഴിൽ നനയ്ക്കാൻ പറ്റില്ല. അത്താരം ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ പോലും പറ്റില്ല. അത് ചെയ്യുന്നവനെ അതിനേക്കാൾ മനോഹരമായി വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ആക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നോക്കണം. പെട്ടെന്ന് ഒരു 2 ആഴ്ച കൊണ്ട് തീരുമാനമെടുത്തു വീട് പൊളിക്കാൻ. പൊളിച്ചതിന് ശേഷം പിന്നെ എനിക്ക് പ്രയാസമായി, വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ കർത്താവ് കൈവിട്ടില്ല. ഓരോ ദിവസവും അങ്ങനെ ചെയ്ത് പെട്ടെന്ന് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരു വൃത്തിയുള്ള ഒരു ഭവനത്തിൽ കിടക്കാൻ വേണ്ടി ചോർന്നൊലിക്കാതെ, അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ മഴയത്ത് വീതികൂടി പാത്രങ്ങൾ എന്തെങ്കിലും പ്ലാസ്റ്റിക്കൊക്കെ പറക്കി വെച്ചിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. അത് ദൈവത്തിന് സഹിക്കില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ദൈവത്തിന് സഹിക്കുന്നതായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കണം. അപ്പോൾ ദേവാലയത്തിൽ പോകണം, ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കണം, BCCകളിൽ പോകണം, അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നില്ലേ? വളരെ നിസ്സാരമായ ഒന്നല്ല BCC എന്നുള്ളത്. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. ഇന്ന് രാവിലെ മുതൽ ഇത് അനേകം മക്കൾ രാവിലെ മുതൽ ഇവിടെ വന്നിരുന്നു. BCC വാർഷികത്തിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തിച്ചവർ ദൈവം കൈവിടുമോ? കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും ഇന്ന് ഇവിടെ ജോലി ചെയ്തവർക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ബഹുമാനമുള്ള ആ വികാരിയച്ഛൻ നമുക്ക് തന്നിരിക്കുന്നതായ ആ എല്ലാ സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രയാസവും കൂടി പങ്കുവയ്ക്കാം. എനിക്കല്ല പ്രയാസം. ഈ കഴിഞ്ഞ നവംബർ 2-ാം തീയതി നമ്മുടെ ഇത്തരവനിലേ കേൾക്കുള്ളൂ, പള്ളിയിൽ മൊത്തത്തിൽ കേൾക്കേണ്ടതാണ്. പക്ഷെ അതിനുള്ള അവസരം ഇനിയും വരും. അച്ഛന് പൊക്കി പറയുന്നതൊന്നുമല്ല,
അച്ഛനെ പൊക്കി പറയുകയില്ല, അച്ഛൻ്റെ ഉപദേശം പൊക്കി പറയുകയില്ല. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയാനോ വരുത്താനോ നമുക്ക് താല്പര്യമില്ല. കഴിഞ്ഞ നവംബർ 2-ാം തീയതി നേരത്തെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഭവനങ്ങളിൽ നമ്മളെ പൂർവീകരെ കാണാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി, അവർക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭവനങ്ങളിൽ വരും എന്ന് പറഞ്ഞിരുന്നു. ഞാനൊരു ഏകദേശം ഒരു 4 മണി സമയത്ത് അന്ന് ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴ, കൊലിച്ചെരിയുന്ന മഴ. ഞാൻ വന്ന് കുളിക്കാനായിട്ട് കയറിയപ്പോഴുണ്ട് ഒരു ദൈവദൂതനെ പോലെ ഒരാൾ ഇവിടെ നടയിൽ വരുന്നു. ഇട്ടിരിക്കുന്നതാണെങ്കിലോ ഒരു പ്ലാസ്റ്റിക് കോട്ട്, നനഞ്ഞ് വെള്ളത്തോടെ ഉള്ളിൽ നിൽക്കുന്നു. എൻ്റെ ഭാര്യ ഒന്ന് കഥ വന്ന് തട്ടി വിളിച്ചിട്ട് പറയാണ്, അച്ഛൻ വന്ന് നിൽക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു ഇരിക്കാൻ പറയൂ, പെട്ടെന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു. അച്ഛൻ എവിടെ ഇരുന്നു? ഈ പടിയിൽ അങ്ങിരുന്നു. ഞങ്ങൾക്ക് ഇരുത്താൻ പറ്റുമോ? ഞങ്ങൾക്ക് സഹിക്കണ്ടേ? അച്ഛനെ എടുത്തോണ്ട് ഇരുത്തുന്നത് പോലെ കസേരയിലിരുത്തി. അച്ഛൻ പറഞ്ഞു വേണ്ട, നനയും, ഞാൻ ഇവിടെ ഇരുന്നുള്ളതെന്ന് പറഞ്ഞ് ഈ പടിയിൽ അങ്ങിരുന്നു. സാധാരണക്കാരനേക്കാൾ സാധാരണക്കാരനായിട്ടാണ് പ്രവർത്തിച്ചത്. ഇതൊക്കെ ഒരു അനുഭവമല്ലേ, നമ്മളെ മനസ്സിൽ തട്ടുന്ന ഒന്നല്ലേ, അതല്ലേ പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ അച്ഛൻ നല്ല മഴ, ഞങ്ങൾ ഈ ഭാഗത്തുള്ള എല്ലാവരും ഞാൻ പോയി എല്ലാവരും കല്ലറകളെല്ലാം ഒരുവിധം റെഡിയാക്കി വെച്ചിരുന്നു. അതിനുശേഷം വീണ്ടും അച്ഛൻ അടുത്ത യൂണിറ്റിലേക്ക് എന്നെ ക്ഷണിച്ചില്ല. അച്ഛൻ ആ നനയും കൊണ്ട് ആ മഴയത്ത് ഉള്ളിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മൾ പള്ളിയിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ ആരോട്ടെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അച്ഛൻ പോയി പ്രാർത്ഥിച്ചിട്ട് വാ, ഞങ്ങൾക്ക് നനയാൻ വയ്യ, ഞങ്ങളിവിടെ നിന്നോളാന്ന് പറഞ്ഞു. നമ്മുടെ അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അർപ്പിക്കാൻ കഴിഞ്ഞോ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ പള്ളിയിൽ നടക്ക് ഒരു വഴിയിട്ടിട്ടുണ്ട്. അത് വഴിയല്ല. എന്തൊരു വഴിയാണ് ഇട്ടിരിക്കുന്നത്? അത് വഴിയല്ല. പിന്നെ നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ആ ആത്മാക്കൾക്ക് നമ്മൾ സ്ഥലം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കാണാൻ വേണ്ടി എല്ലാ ആഴ്ചയും നമ്മുടെ ആത്മാക്കൾ പള്ളിയിൽ സജീവമാണ്, സന്നദ്ധരാണ്. നമ്മൾ കാണാൻ വിചാരിക്കുന്നുണ്ടോ? കാണണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് എനിക്കും അറിവില്ലായിരുന്നു. ഒരു ധ്യാനത്തിലാണ് എനിക്കും അറിവ് കിട്ടിയത്. അതിനുശേഷം ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ഞാൻ നോക്കുന്ന എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരനെയും. കാരണം ആ നടുക്ക് അവർ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ട് എനിക്കിപ്പോഴും അത് തോന്നും. പ്രിയമുള്ളവർ, തോന്നണം, നിങ്ങൾക്കും തോന്നണം. നിങ്ങളുടെ മാതാപിതാക്കളോ അപ്പനോ സഹോദരനോ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുർബാനയ്ക്ക് കയറുമ്പോൾ നടുക്കോട്ട് നോക്കിയാൽ മതി. ആ വരിയിൽ ഇവർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അത് പറയുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് തന്നെ ഒരു ഇതാണ്. വെറും വാക്കല്ല പറയുന്നത്, ഇതൊന്നും വെറും വാക്കല്ല പറഞ്ഞത്, അങ്ങനത്തെ ഒരു ഇതാണ്. എന്തായാലും BCC വാർഷികത്തിന് വേണ്ടി നമ്മളിവിടെ സജ്ജമായി. കുറേ പേരൊക്കെ വന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. അതിലുപരി നമ്മുടെ അച്ഛന് പ്രത്യേകം ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ നന്ദി പറയൊക്കെ പിന്നീടാണ്. അപ്പോൾ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായ ആമുഖ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി ബൈബിൾ പ്രതിഷ്ഠയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. അതിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. നിത്യജീവൻ ഏകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം, മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. നിത്യജീവൻ ഏകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം, മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. എല്ലാവരും പൂവെടുത്ത് ബൈബിൾ വെച്ചിട്ട് ബൈബിളിൽ തൊട്ട് തൊഴേണ്ടതാണ്. കഴിയുന്നതും ഓരോ പൂവോ 2 പൂവോ മാത്രമേ എടുക്കാവൂ. എല്ലാവരും തന്നെ, കൊച്ചുങ്ങളും വലിയവരും എല്ലാവരും ബൈബിൾ വന്ദനമാണ്. പരിശുദ്ധാത്മാവേ നീളുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീളുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. കീഴുവാത്മാവിലാശവീശുന്ന മോഹനാം ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീളുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തിന്നലേ. രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യ ജീവിത പാദമേ. പരിശുദ്ധാത്മാവേ നീളുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ.
സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ ആത്മാവിൽ ആശവീശുന്ന മോഹനാം ദിവ്യഗാനമേ പരിശുദ്ധാത്മാവിൽ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടോ വിണ്ണിൻ തടാകമേ വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടോ വിണ്ണിൻ തടാകമേ മന്ദമായി വന്ന് വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ രക്തസാക്ഷികൾ വാങ്ങു പുൽകിയ പുണ്യ ജീവിത പാദനീ. അടുത്തതായി ബൈബിൾ വായനയ്ക്കായി പ്രിയ ക്ഷണിച്ചു. ബൈബിളിന് ശ്രമിക്കാനായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസം ആയപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രയേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രയേലിന്റെ മഹിമയും ആണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിന്റെ പുത്രിയും ആശേർ വംശജിയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സുനഗരമായ ഗലീലയിലെ നസറത്തിലേക്ക് മടങ്ങി.
ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ വചനം. അത് നമ്മുടെ ഈ വാർഷികത്തിന് ആശംസ അറിയിപ്പിക്കാനായി മുൻ ഉപദേശിച്ച് ശ്രീ തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ബഹുമാനമുള്ള വികാരിയച്ച, ഏറെ സ്നേഹമുള്ള ഉപദേശി, സ്നേഹമുള്ള കോർഡിനേറ്റർ, മുൻ ലീഡർ ദേവി, സെൻറ് ജോർജ് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സൗമ്യ, അധ്യാപകരുടെ പ്രതിനിധി സജിത, സെൻറ് തോമസ് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സുധീഷ്, KLCയുടെ യൂണിറ്റ് പ്രസിഡന്റ് സജികുമാർ, എൻ്റെ നല്ല സമയത്തും എന്നോടൊപ്പം ഒക്കെ നല്ല പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശ്രീ വിജയൻ, ഏറെ പ്രിയങ്കരായ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും വാർഷികങ്ങൾ എല്ലാ യൂണിറ്റുകളിലും ആഘോഷിച്ചിട്ടുണ്ട്. അത് എല്ലാം അവരവരുടെ യൂണിറ്റുകളിലാണ്. പക്ഷെ ഒരു വ്യത്യസ്തതയോടുകൂടി എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും പരസ്പരം കാണാനും കുറച്ചു നേരം ഒന്ന് സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല വേദിയായി 4 യൂണിറ്റ് ഇന്നും അടുത്ത 3 യൂണിറ്റ് മറ്റൊരു ദിവസവുമായി ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ യൂണിറ്റ് പ്രവർത്തനങ്ങളുടെയൊക്കെ ആകത്തുക എന്താണ് എന്ന് ഇന്നത്തെ കൊച്ചു ചെറുപ്പക്കാർക്കൊന്നും അത് അറിഞ്ഞുകൂടാ. ഏകദേശം 25 വർഷം ആകാൻ പോകുന്ന യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയി ഈ നമ്മുടെ ഈ പ്രദേശങ്ങൾ തിരുവനന്തപുരം രൂപതയിലൊക്കെ രൂപപ്പെട്ടിട്ട് 1963 മുതൽ 1965 വരെ മാർപ്പാപ്പയുടെ കീഴിൽ ലോകത്തുള്ള എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് കൂടി ജോൺ 23 മാർപ്പാപ്പയുടെ കാലത്ത് അതുവരെ ഉണ്ടായിരുന്ന സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ഉണർവുണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല ചിന്തകളിലൂടെ ഏകദേശം 2 വർഷത്തിലധികം അവർ ആലോചിച്ച് പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് 65 ഒരു ഡിസംബറിൽ ക്രിസ്മസിനോടടുപ്പിച്ച് ആണ് ഇതിൻ്റെ പൂർണ്ണമായ രേഖ ലോകമെമ്പാടുമുള്ള സഭകൾക്ക് നൽകിക്കൊണ്ട് ഇതിനെ ഈ ഇന്ന് നമ്മൾക്കൊക്കെ കൂടാനൊക്കെ ഉള്ള ഒരു വേദിയാക്കിയ അതിൻ്റെ അടിത്തറ ഉണ്ടാകുന്നത്. അന്ന് വരെ നമുക്കാർക്കും സഭയിൽ പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തിരിച്ചു പോരാമെന്നുള്ളല്ലാതെ ഒരു ബന്ധവും ഇല്ലായിരുന്നു. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് എന്തിനും നമ്മൾ ബൈബിള് നമുക്ക് നമ്മൾ ലത്തീൻ ബൈബിള് പുരോഹിതൻ വായിക്കും. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി പറയും എന്നുള്ളതല്ലാതെ ബൈബിൾ വിശുദ്ധ ഒരു ഗ്രന്ഥമായിട്ട് ദൈവിക ഒരു ഭാവം അതിന് നൽകിക്കൊണ്ട് സാധാരണക്കാരന് ഉപയോഗിക്കാനൊക്കാത്തൊരു കാലമായിരുന്നു മുൻപ്. ഇടവക വികാരിയച്ഛനും സിസ്റ്റർമാരും ഒക്കെ നടത്തി ജനങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ലാത്ത ഒരു പ്രവർത്തനങ്ങളായിരുന്നു മുമ്പ്. പക്ഷെ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് അവരവരുടെ ഭാഷയിൽ ബൈബിൾ തർജ്ജിമ ചെയ്തുകൊണ്ട് ബൈബിൾ അവരവരുടെ കൈകളിലെത്തി ബൈബിൾ എന്താണെന്ന് കൂടുതൽ അറിയാനും പഠിക്കാനും ഉള്ള
സാഹചര്യം ഉണ്ടാകുന്നത് ഈ 65 മുതലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ന് നിങ്ങൾ അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ യൂണിറ്റുകൾ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുത്തു. അച്ഛന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി പല കമ്മിറ്റികളും പല സമിതികളും ഒക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തുവാൻ വേണ്ടി ഉണ്ടായ ഒരു പ്രവർത്തനമാണ് ഈ ഇന്ന് കാണുന്ന അടിസ്ഥാന ക്രൈസ്തവ സമൂഹം എന്ന BCC. ഈ BCC വന്നതിന് ശേഷമാണ് നമുക്കറിയാം, റൂപസച്ചനാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ അന്ന് ഞാൻ ഉപദേശി ലീഡറൊക്കെ ആയിരുന്നത്. നമ്മുടെ ഉപദേശി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, പിന്നെ യോഗന്നാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന്, അദ്ദേഹം മരിച്ചു. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ദേവരാജൻ, ദേവി, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അന്ന് തിരഞ്ഞെടുത്തുകൊണ്ടാണ് എൻ്റെ മരിച്ചുപോയ ഒരു സുഹൃത്ത് തങ്കപ്പൻ, ഞങ്ങളൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് റൂപസച്ചൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അത് വളരെ ചാർട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ് അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ക്ലാസ്സുകൾ തരുന്നത്. കാരണം അന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ ഒരു തത്വം, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള ആ ഒരു പ്രമാണരേഖ അത് വിട്ടുപോയി. പ്രമാണരേഖ എന്ന് വത്തിക്കാൻ പ്രമാണരേഖ എന്ന് പറയുന്ന ഒരു പുസ്തകം രൂപപ്പെട്ടു. 16 പ്രമാണങ്ങൾ രേഖകളിൽ ഉൾക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് വത്തിക്കാൻ പ്രമാണരേഖ. അതിൽ ബിഷപ്പുമാരെന്ത് ചെയ്യണം, അച്ഛന്മാരെന്ത് ചെയ്യണം, അൽമായരെന്ത് ചെയ്യണം, അതുപോലെയുള്ള സഭയുടെ മറ്റ് ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ആ പുസ്തകം രൂപപ്പെടുത്തി നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്കിവിടെ കൂടിയിരിക്കാനും ഈ രീതിയിൽ പള്ളി മാത്രമല്ല വിശുദ്ധ ബൈബിള് എല്ലാവർക്കും വായിക്കാനും അതിലെ നല്ല ഗുണങ്ങൾ എല്ലാവർക്കും പകർന്നുകൊണ്ട് ഒരുമിച്ച് കൂടാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ തിരുവചനം നമുക്ക് ഓരോരുത്തർക്കും വായിച്ച് അത് മനസ്സിലാക്കുവാനുള്ള ഒരു വേദിയാക്കി മാറിയത് ഈ അടിസ്ഥാന ക്രൈസ്തവ സമൂഹത്തിന്റെ വരവോടുകൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഒരുപാട് തത്വങ്ങളുണ്ട്. 15 മുതൽ 20 വരെ ഒരു യൂണിറ്റ് രൂപപ്പെടുത്തി ഒരു കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിനകത്ത് വരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ യൂണിറ്റുകളിൽ തർജ്ജിമ ചെയ്ത് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് പോകണം, പഠിക്കാൻ താല്പര്യമുണ്ട്, സാമ്പത്തികമില്ല. പക്ഷെ ഈ യൂണിറ്റിലുള്ള എല്ലാ ആളുകളും കൂടി അതിനൊരു പരിഹാരം കണ്ടെത്തി ആ കുട്ടിയെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കേണ്ട ഉത്തരവാദിത്വം ഈ അടിസ്ഥാന ക്രൈസ്തവ യൂണിറ്റിനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഓലകെട്ടൊന്നും നമ്മുടെ പ്രദേശത്തില്ല. പക്ഷെ അന്ന് പണ്ടൊക്കെ ഓലകെട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വീടുകളിൽ ചോരാതെ. അത് ഒരു 5 മുതൽ ഓല വാങ്ങിക്കാൻ ഒരാളിന് സാഹചര്യമില്ല എങ്കിൽ ഈ യൂണിറ്റിലുള്ള ആളുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ആ പാവപ്പെട്ട ആളിന്റെ വീട് ഓലകെട്ടി അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഈ യൂണിറ്റിനുണ്ട്. ഇത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയണേ. ഇതുപോലെ ഈ യൂണിറ്റിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നോ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സഭ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഉത്തമ ചൈതന്യമാണ് ഈ BCC യൂണിറ്റ്. പ്രിയമുള്ളവര്, ഇത് എത്രത്തോളം ഇന്ന് ഒരുപാട് നമ്മൾ വളർന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മാതാവിന്റെ സാന്നിധ്യത്തിൽ അപ്പോസ്തലന്മാരെയൊക്കെ ഒരുമിച്ച് കൂടി അവര് പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മളും ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി ബഹുമാനമുള്ള ഇടവക അച്ഛന്മാർക്ക് കരുത്തേകിക്കൊണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനും ഇടവകയുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ് ഈ അടിസ്ഥാന ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ച് പേർക്കൊന്നും ഇത് അറിഞ്ഞൂടെ. എന്തിനാ നമ്മൾ യൂണിറ്റുകൾ കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഇതിനൊരുപാട് അടിത്തറയുണ്ട്, സത്യമുണ്ട്. ബൈബിൾ കൂടുതൽ അറിയാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ ഉള്ള നല്ലൊരു വേദിയാണ്
ഈ അടിസ്ഥാന ക്രൈസ്തവ സമൂഹം നമുക്ക് കൊച്ചു കൊച്ചു കുടുംബ യൂണിറ്റുകൾ ഒരുമിച്ച് കൂടി നമ്മളെ യൂണിറ്റിൽ ഒരു പള്ളിയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ബൈബിള് പഠിക്കാനും യേശുനാഥനെ അറിയാനും ഒക്കെ ഉള്ള ഒരു നല്ല വേദിയാണ് ഈ കുടുംബ യൂണിറ്റ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇടവകയ്ക്ക് കൊടുക്കണം. അതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നമുക്കറിയാം മാധ്യമങ്ങളുടെ അടിമപ്പെട്ട് മറ്റ് ഒരുപാട് ദുഷിച്ച ജീവിത രീതിയിലേക്കൊക്കെ പോകുമ്പോൾ അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാനും സ്നേഹത്തിൻ്റെ നല്ല ചിന്തകൾ ഉൾക്കൊള്ളാനുമൊക്കെ നമുക്ക് ഈ അടിസ്ഥാന ക്രൈസ്തവ സമൂഹത്തിൻ്റെ യൂണിറ്റുകൾക്ക് സാധിക്കും. അതിനേതൊരു സംശയമില്ല. എനിക്ക് ഇപ്പം നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫോണ് നല്ലൊരു കാര്യമാണ്. ഒരു ദിവസത്തെ യാത്ര ചെയ്ത് ഒരു കാര്യം ഒരാളിനെ അറിയിക്കാൻ ഉണ്ടെങ്കിൽ ഏകദേശം മിനിറ്റ് കൊണ്ട് നമുക്ക് ആ വ്യക്തിയെ അറിയിക്കാനും കാര്യങ്ങൾ നടത്താനും സാധിക്കും. ഒരു മഹത്തായ കാര്യങ്ങളാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല പഠിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല അവസരങ്ങളൊക്കെ ഈ ഫോണിലുണ്ട്. പക്ഷേ അതുപോലെ 1000 മടങ്ങ് ദുഷിച്ച ചിന്തകളും ഈ ഫോണിനകത്തുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അതിനെയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനും നമ്മുടെ കാര്യങ്ങൾ നടക്കാനും ഒക്കെ ഉള്ള നല്ല ഒരു ഉപകരണമായിട്ട് ഫോണിനെ മാറ്റുമ്പോൾ നമുക്ക് ആർക്കും കുട്ടികൾക്കൊക്കെ ഒന്നും ഒരു ദോഷമുണ്ടാകുകയില്ല. നമ്മളെ വഴിതെറ്റിക്കാൻ ഒരുപാട് മാധ്യമ പ്രവർത്തനങ്ങളുണ്ട് സുഹൃത്തുക്കളെ. നമുക്കറിയാം, എൻ്റെ മൂത്ത മരുമോള് പ്രിയയുടെ അമ്മയുടെ അമ്മ ഈ ടി വിയെ പറ്റി ഒരു ദിവസം ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ തമിഴ്നാട്ടിലാണ് താമസം. ആ അമ്മച്ചി പറയുന്നത് ഈ നമ്മളെ ഈ ടി വിയെ പറയുന്നത് ഭൂതപ്പെട്ടി എന്നാണ്. വാസ്തവമാണത്. ഞാനത് പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം വഴിതെറ്റിക്കുന്ന ഈ കുഞ്ഞുങ്ങളെയൊക്കെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ഈ ഭൂതപ്പെട്ടി തന്നെയാണ്. ഭൂതം എന്ന് പറയുന്നത് അതാണ്. അത് ഈ നമ്മൾ ഇന്നലെ ഞാൻ ഒരു സിനിമാ നടൻ സീരിയലിനെ പറ്റി മോശമായിട്ട് അയാൾ സിനിമാ നടനാണ്. അയാൾ അമ്മയുടെ ഇപ്പോഴത്തെ അവരുടെ സംഘടനയുടെ ചാർജ് എന്ത് രാജാക്കന്താണ്. അയാൾ പറഞ്ഞ സീരിയല് ഒരുപാട് കൊലപാതകങ്ങൾക്കും ഒരുപാട് മോശമായ പ്രവർത്തനത്തിലുമൊക്കെ ഈ സീരിയൽ പോകുന്നുണ്ട് എന്ന് അയാൾ വിമർശിച്ചു. പക്ഷെ അയാളെ മറ്റു സീരിയലുകാരെല്ലാം ഇപ്പം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് കൊലപാതകങ്ങൾ, ഞാനിതൊക്കെ ആണെങ്കിലും കുറച്ച് സീരിയൽ കാണും വീട്ടിലുണ്ടെങ്കിൽ, ഞാൻ കള്ളം പറയണല്ല. അപ്പോൾ അതിനകത്ത് കൊള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അതേസമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് ദുഷിച്ച ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്ന കൊലപാതകങ്ങൾ, അമ്മാവിയമ്മ മരുമകളെ കൊല്ലാനും മരുമകൾ അമ്മാവിയമ്മ കൊല്ലാനും ഇല്ലെങ്കിൽ മറ്റൊരുപാട് ഇതുപോലെയുള്ള ഒരുപാട് മോഷണം, ഏറ്റവും കൂടുതൽ മോഷണത്തിൻ്റെ പരമ്പര അതിനകത്ത് കാണിക്കും പല രീതിയിലും. അതുപോലെ മദ്യപാനം. എന്തിനാ ഈ ലോകത്തുള്ള എല്ലാ ദുഷിച്ചതിൻ്റെ അടിത്തറ ഈ ഇതിൽ തന്നെയാണ്. അതുപോലെ തന്നെ മദ്യപാനം, കാണപ്പെടുന്ന പിശാചെന്ന് പറഞ്ഞ പിശാചുണ്ടെന്ന് പലരും വിചാരിക്കുന്ന പിശാചൊക്കെ ഉണ്ട് എന്നൊക്കെ. ഞാൻ പറയും പിശാചില്ല. അങ്ങനെ ഒരു പിശാച് ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പോലെ ഒരു പിശാചും ആരെയും ഉപദ്രവിച്ചതായിട്ട് ഇതൊരിക്കും കേട്ടിട്ടില്ല. നമ്മൾ ഒരാളിനെ ചീത്ത പറയുന്നതല്ലാതെ ഒരു പിശാചും ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരു പിശാചും ആരെയും കുത്തിക്കൊന്നിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഈ പിശാചിന്റെ പ്രവർത്തനം കാണിക്കുന്നത് നമ്മളാണ്. അപ്പം നമ്മൾ ഈ പിശാചിന്റെ അടിമയായിട്ട് മാറുന്നത് മദ്യത്തിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായാലും കുടുംബത്തിലായാലും ഏറ്റവും കൂടുതൽ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നത് ഈ മദ്യപാനമാണ്. ഈ മദ്യപാനം മാറ്റാമെങ്കിൽ നമ്മളെല്ലാം കുടുംബങ്ങൾ ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭവനങ്ങളായിട്ട് മാറും. അതിനേതൊരു സംശയമില്ല. എല്ലാത്തിൻ്റെ അടുത്തറ ഈ മദ്യപാനം തന്നെയാണ്. റോഡപകടങ്ങൾ, ഡ്രൈവർമാർ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഈ ഗാരേജിൻ്റെ പറക്കെ ഉണ്ട്, ചാരായം കൊടുക്കുന്നവർ ഫുള്ളായിട്ട് വാങ്ങിച്ച് അടിച്ചുകൊണ്ടാണ് ഇവർ പോണത്. കാട്ടാക്കട ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇത് ആ വണ്ടിയിൽ കയറിയിരുന്നുകൊണ്ട് ആ വണ്ടി ഓടിക്കുമ്പോൾ അവൻ്റെ അത് ഞങ്ങൾക്ക് ഉപദേശിമാർക്ക് ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഈ മദ്യം ഏറ്റവും പെട്ടെന്ന് നമ്മളെ ഉള്ളിൽ ചെന്നിട്ട് ഇത് ഈ ട്രാൻസ്പോർട്ട് ബസ് കേരളത്തിലെ എല്ലാ ഭാഗത്തോട്ടും ചുവന്ന ബസ് പോകും പോലെ രക്തത്തിൽ കൂടി ഇത് എത്രയും വേഗം നമ്മളെ എല്ലാ സ്ഥലത്തും ഓടിയെത്തും. ഏറ്റവും കൂടുതൽ തലച്ചോറിനെ ബാധിക്കും. തലച്ചോറിനെ ബാധിക്കുമ്പോൾ
ഒരു അപകടം അവന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറിന് ചിന്തിച്ചു വരുന്നുമ്പോ ഇവിടെ ഇടി നടക്കും. കാരണം ചിന്തിക്കാനുള്ള ആ കഴിവ് മദ്യത്തിന്റെ ലഹരിയില് അവന് നഷ്ടപ്പെടും. പക്ഷെ അവന് ബോധം ഉണ്ടായി വരുമ്പോഴും ഇടി ഇവിടെ നടന്നിരിക്കും. അപ്പോൾ മദ്യപിച്ചുകൊണ്ട് പോകുന്നവന് അതിൻ്റെതായ ഇന്നീ കാണുന്ന ഏറ്റവും കൂടുതൽ ദോഷഫലം മദ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളില് ദയവായിട്ട് ഈ മദ്യം എന്നുള്ള പിശാചിനെ മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ കുടുംബങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാകും. ഞാനിന്ന് ഞങ്ങൾക്ക് 50 വർഷമായി വിവാഹിതരായവർക്ക് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു മണ്ഡപത്തിനുള്ളിൽ വെച്ച്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു പ്രതിനിധി കുറച്ച് കുറച്ച് 3 മിനിറ്റാണ് പറഞ്ഞത്. അപ്പോൾ 3 മിനിറ്റ് കൊണ്ടല്ല ഞാൻ അവിടെ പറഞ്ഞ് 3 മണിക്കൂർ പറഞ്ഞാൽ പോലും ഞാൻ പറഞ്ഞാൽ തീരെയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കുടുംബ ജീവിതത്തെക്കുറിച്ചൊന്ന്. പക്ഷേ എങ്കിലും ഞാൻ ഈ ഇന്ന് പറഞ്ഞ ഈ ഷാജിൻ്റെ ഈ മദ്യത്തിൻ്റെ കാര്യവുമൊക്കെ അവിടെ സ്വപ്നമൊക്കെ അവിടുത്തെ ആളുകൾക്ക് ഒരു ബോധവൽക്കരണം നടത്തി. അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെയും ഇത് സൂചിപ്പിച്ചതാണ്. എൻ്റെ അനുഭവം പറയാണ്, ഞാൻ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. ഈ മദ്യപാനം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും 74 വയസ്സ് ഇപ്പോൾ തികയാൻ പോവുകയാണ് അടുത്ത മാസം ആകുമ്പോൾ. അപ്പോൾ ഇത്രയെങ്കിലും ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെയൊക്കെ കാരുണ്യം കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മദ്യപാനമാണ് നമ്മളെല്ലാത്തിനെയും നശിപ്പിക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറി നമ്മളെ തലമുറ മാറണം. കുടുംബ യൂണിറ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അച്ഛനായാലും ഈ അച്ഛൻ 2, 3, 5 കൊല്ലം ഇരുന്നിട്ട് പോകും, അടുത്തൊരു അച്ഛൻ വരും. ഞാൻ ഒരുപാട് അച്ഛന്മാരുമായിട്ട് സഹകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ബെർണാഡ് പെരേര തിരുമേനി മുതൽ ഒരുപാട് ബിഷപ്പുമാരെ കാണുകയും സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ നമുക്ക് അച്ഛന്മാരൊക്കെ മാറിപ്പോവും, വന്നിട്ട് പോവും. ഇടവകയാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. ആ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലനിൽക്കണമെങ്കിൽ കുടുംബം നന്മയുണ്ടാകണം. കുടുംബത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ നമ്മൾ മാതൃകയാകണം. ബൈബിൾ നിങ്ങൾ വായിക്കണം. പ്രഭാഷകന്റെ പുസ്തകവും സുഭാഷിതങ്ങളും ഇത് രണ്ടും വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഏത് പാതിരാത്രിക്ക് എവിടെ പോയിട്ട് വന്നാലും ഈ ഉപദേശി ആയതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ദിവസം വായിക്കാതെ കിടന്നിട്ടില്ല, ഇന്നലെ ഈ രാത്രി വരെ. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. ഈ സുഭാഷിതത്തിൻ്റെ ഒക്കെ ഒരുപാട് പ്രവാചക സങ്കീർത്തനം ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ച് തീർന്നതാണ്. ഒരു പ്രാവശ്യം തുടക്കത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പൂർണ്ണമായി വായിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതെല്ലാം വായിച്ച് തീർത്ത് നല്ല അറിവ് നേടി ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ സമൂഹത്തിലും കുടുംബത്തിലും ഇന്നത്തെ ഈ ദുഷിച്ച പ്രവണതകളൊക്കെ മാറിപ്പോവും. ദാരിദ്ര്യവും രോഗവും കഷ്ടപ്പാടും നമുക്ക് ഉള്ളത് തന്നെയാണ്. അത് യേശുനാഥനുള്ളത് മുതൽ ഉണ്ട്. കുഷ്ഠരോഗികളും അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഇതിനകത്തുള്ളത് തന്നെ ജീവിതത്തിൽ വരുന്നതാണ്. ഇതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ യേശുവിൻ്റെ കരങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഞാൻ ഒരുപാട് പറഞ്ഞു പോയെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇടവകയുടെ ഇല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടായി എനിക്ക് 2 വാക്ക് പറയാൻ അവസരം നൽകിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അതിന് അവസരം നൽകിയ ഭാരവാഹിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അടുത്തതായി ആശംസ അറിയിക്കാനായി BCC കോർഡിനേറ്ററും യൂണിറ്റ് ലീഡറുമായ ശ്രീ ബിജുമാർ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനമുള്ള ഇടവകാരി വിനിയോഗിച്ച ബഹുമാനമുള്ള ഉപദേശി, ബഹുമാനമുള്ള മുൻ ഉപദേശി, നമ്മുടെ യൂണിറ്റ് ലീഡർ, തിരുവനന്തപുരം കൊച്ചുരസ്യ യൂണിറ്റ് ലീഡർ ശ്രീ ഡേവി, സെൻറ്റ് തോമസ് യൂണിറ്റിൻ്റെ ലീഡർ ശ്രീ സുബീഷ്, സെൻറ്റ് ജോർജ് യൂണിറ്റിൻ്റെ ലീഡർ സൗമ്യ, മതബോധന കച്ചം സജിത, KLC പ്രസിഡന്റ് സജികുമാർ, മറ്റ് പങ്കെടുക്കാത്ത ലീഡർമാരുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇടവക പാരിഷ് കൗൺസിൽ കൂടിയപ്പോഴാണ് ഇത്തരമൊരു BCC വാർഷികം നടത്തണമെന്ന് അച്ഛൻ അഭിപ്രായപ്പെട്ടത്. കാരണം ഈ ഭാരവാഹിത്വം നമ്മൾ തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പോൾ അടുത്ത് തീരുന്നുമ്പായിട്ടൊരു വാർഷികം നടത്തണമെന്ന് യൂണിറ്റ് നടത്താനാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഓരോ ദിവസം മാറി മാറി പറഞ്ഞപ്പോൾ ദിവസമില്ല. കാരണം ഡിസംബർ നമ്മൾ തീർക്കുകയും ചെയ്യണം, ദിവസങ്ങളില്ല. കരോള് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് 2-3 യൂണിറ്റുകൾ ഒരുമിച്ചുകൂടി നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അത്തരത്തിലാണ് ഈ ഒരു 4 യൂണിറ്റുകൾ ഒരുമിച്ചുകൂടി ഇവിടെയും മറ്റ് യൂണിറ്റുകൾ 3 യൂണിറ്റുകൾ ഒരുമിച്ചുകൂടി മുണ്ടുകൊണ്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചു.
എന്തായാലും വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചത്രയും ആൾക്കാർ പങ്കെടുത്തിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിന് ഇതിനപ്പുറം ആൾക്കാരാണ് പങ്കെടുത്തത്. ഉപദേശിച്ച് പറഞ്ഞ് വീണ്ടും ഫ്രണ്ടിൽ ഇരുത്താം, സിറ്റ് ഔട്ടിൽ ഇരുത്താം, കുറേ മുകളിൽ ഇരുത്താം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. പക്ഷേ നമ്മുടെ മുറ്റത്തിരിക്കാനുള്ള ആൾക്കാരായിട്ട് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. കാരണം ഓരോരുത്തരും ലഭിക്കുന്ന വിശ്വാസം ഓരോ രീതിയിലാണ്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഉപദേശിച്ച് വളരെ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. BCCയെ കുറിച്ചും നമ്മുടെ വിശ്വാസത്തെ കുറിച്ചും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമുക്ക് ലഭിച്ച വിശ്വാസം നമ്മൾ പകർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ വലിയ കടമ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൽ ലഭിച്ച് ക്രിസ്തുവിനെ അനുകരിച്ച് പോകുന്നവരാണ് നമ്മളുടെ ഓരോരുത്തരും. അപ്പൊ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ ദൗത്യം തന്നെയാണ്. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുന്നത് പല സമൂഹത്തിലായിട്ടാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനും എല്ലാവരും ഒരുമിച്ച് കഴിയുന്നവരാണ്. പല ജാതികൾ, പല വർണ്ണങ്ങൾ, പല സാമ്പത്തികമുള്ളവർക്ക് സാമ്പത്തികം എല്ലാവരും ചേർന്നാണ്. അപ്പൊ നമ്മൾ അവരുടെ ഇടയിൽ നമുക്കും ഒരു ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തുവിന്റെ ആദർശം പകർന്നു കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിനുവേണ്ടി തന്നെയാണ് അടിസ്ഥാന ക്രൈസ്തവങ്ങളെല്ലാം രൂപീകരിച്ചത്. ഉപദേശിച്ച് പറയുന്നതുപോലെ പണ്ട് കാലത്ത് നമ്മുടെ യൂട്യൂബ് തീരുമാനിച്ച് വിദ്യാഭ്യാസം കൊടുക്കുക, ജോലി കെട്ടി കൊടുക്കുക, പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നും അതിന്റെയൊക്കെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടി ആ വീട്ടിൽ പോവുകയും സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് കാറ്ററിംഗും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മാറിയെങ്കിലും നമുക്ക് സഹായിക്കാൻ പല കാര്യങ്ങൾ അവിടെ പോവുകയും നമുക്ക് സഹായം ചെയ്യുകയും ചെയ്യുക എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. ഒന്നിലും മാറി നിൽക്കാതെ നമുക്ക് ആ സമയത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ അവർ സഹായിക്കുക. അത് നമ്മൾ മനസ്സായിട്ട് കണക്കാക്കുക. ഒരു കുറവല്ല ഒരിക്കലും. നമ്മളിപ്പോഴും വെള്ള വസ്ത്രം ധരിച്ച് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല, അവരോടൊപ്പം കൂടുക, സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മളായിരിക്കും സമൂഹത്തിലായതുകൊണ്ട് പ്രവർത്തിക്കുക. അതുപോലെ നമ്മൾ ഒന്നിനും പുറകോട്ട് പോകാതെ ക്രിസ്തുവിനെ വഹിക്കുക. ക്രിസ്തുവിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. നമുക്ക് കഷ്ടതയും പ്രയാസമുണ്ട്, എന്തുണ്ടായാലും ദൈവം നമ്മളെ സഹായിക്കുന്ന ഉറപ്പ് നമുക്കുണ്ടാവണം. എല്ലാത്തിനും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഒരിക്കലും സമൂഹത്തിൽ എല്ലാവരും കഷ്ടപ്പെടാൻ നമുക്ക് ദൈവം നമ്മളെ സഹായിക്കുന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. ദൈവം നമ്മൾ വഴി നടത്തുക തന്നെ ചെയ്യും. നമ്മൾ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് എത്ര ഉണ്ടാക്കിയാലും നമുക്ക് നേടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിലേക്ക് നമ്മൾ അടുക്കാതെ പോകുമ്പോഴാണ്. നമ്മൾ ദൈവത്തിലേക്ക് അടുക്കണം. ദൈവമാണ് എല്ലാത്തിന്റെയും ശക്തി എന്ന് പറയുന്നത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തു നമുക്ക് ആദർശം പകർന്നെങ്കിലും ദൈവമാണ് നമ്മളെല്ലാവരും സൃഷ്ടിച്ചത് പരിപാലിക്കുന്നത്. ദൈവം ആദിയിൽ ആകാശ ഭൂമി സൃഷ്ടിച്ചു, അതോടൊപ്പം മനുഷ്യരെ സൃഷ്ടിച്ചു. മനുഷ്യർക്ക് എല്ലാ അറിവും നൽകി നമ്മൾ ജീവിക്കുന്നു. പണ്ട് കാലങ്ങളിൽ പ്രവാചകരെ അയച്ച് പ്രവാചകർ ഓരോ കാര്യങ്ങൾ ചെയ്തു. അത് പൂർണ്ണമാവാതെ വന്നപ്പോഴാണ് ദൈവം തന്നെ പുത്രനെ അയച്ചുകൊണ്ട് ക്രിസ്തു ഇവിടെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു നമുക്ക് ആദർശം പകർന്നു കടന്നു വന്നത്. ആ ക്രിസ്തുവിനെ നമ്മൾ കൊണ്ടുവരുന്നത്. ആ ക്രിസ്തുവിന്റെ ആദർശം നമ്മൾ പകർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ദൈവത്തിൽ അടുത്ത് നിൽക്കുക. നമുക്കെപ്പോഴും നമ്മുടെ സമീപത്ത് കാവൽ മാലാഖമാർ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ആ കാവൽ മാലാഖമാരെ നമ്മൾ അടന്നു പോകാതെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ കൂടെ ആയിരിക്കും. നമ്മളെ കൊണ്ടുള്ള കാവൽ മാലാഖയെ നമ്മൾ എപ്പോഴും തൃപ്തിപ്പെടുത്തണം. അതെങ്ങനെ? നമ്മൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, നന്മപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മളെ കാവൽ മാലാഖ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകും. നമ്മളെ ഒരിക്കലും തിന്മയിലേക്ക് പോകാൻ അനുവദിക്കുകയില്ല. നമ്മൾ പള്ളി പോകാതെയും പ്രാർത്ഥിക്കാതെയും ദൈവത്തിൽ അകന്നു പോകുമ്പോഴത്തേയും കാവൽ മാലാഖമാർ അകന്നു പോവുകയും നമ്മൾ തിന്മയിലേക്ക് പോവുകയും അപകടങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യും. അപ്പൊ അതൊന്നും ഉണ്ടാകാതെ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ എപ്പോഴും മുൻകൈപ്പെടുക, ദൈവമേ എന്നുള്ള ചിന്തയിൽ ജീവിക്കുക. നമുക്കത് ഉണർവ് നൽകും. ഇത്തരം BCC പ്രവർത്തനങ്ങൾ നടത്താൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചു. അപ്പൊ ഇവിടെ എല്ലാവിധ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി ആശംസ അറിയിപ്പിക്കാൻ സെന്റ് ജോർജ് യൂണിറ്റ് ലീഡർ ശ്രീമതി സൗമ്യ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനമുള്ള ഇടവകാരി ബിൻവർഗീസ് അച്ഛ, ഉപദേശി, മുൻ ഉപദേശി, ചർച്ച് കോർഡിനേറ്റർ, മതബോധന അധ്യാപിക, KLC പ്രസിഡന്റ്, BCC ലീഡേഴ്സ്, മറ്റ് അംഗങ്ങളെ, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇവിടെ ക്ഷണിച്ചിരുന്നു രാവിലെ. പക്ഷെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ പേര് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ ഉപദേശി ആമുഖ സന്ദേശത്തിൽ പറഞ്ഞു വിശ്വാസം എന്താണെന്നും തന്റെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നും തന്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്കിവിടെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ നമ്മുടെ മുന്നുപദേശി ഇവിടെ പറഞ്ഞു നമ്മുടെ ഈ BCC എങ്ങനെ രൂപവൽക്കരിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ BCC. ഒക്കെ നമുക്കറിയാം, പക്ഷെ ഇതെങ്ങനെ രൂപവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് പ്രാർത്ഥന, നമ്മൾ വരുന്നു, പ്രാർത്ഥന കൂടുന്നു, ബൈബിൾ വായിക്കുന്നു, എല്ലാവരും മടങ്ങിപ്പോകുന്നു. പക്ഷെ അതിന്റെ പിറകിൽ ഒരു വലിയ കരുതൽ, അല്ലെങ്കിൽ അതിന്റെ പിറകിൽ ഒരു അക്ഷീണമായ പ്രയത്നം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മുന്നുപദേശി പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത്. പരസ്പരം സഹകരിക്കാനും സ്നേഹിക്കാനും താങ്ങായി നിൽക്കാനുമാണ് ഓരോ BCCകളും പ്രവർത്തിക്കേണ്ടത്.
നമ്മൾ വരുന്നു, കൂടുന്നു, വായിക്കുന്നു, ബൈബിൾ വന്നിക്കുന്നു, മടങ്ങിപ്പോകുന്നു എന്നതിലല്ല. നമ്മുടെ BCCക്കകത്ത് ആർക്ക് എന്താണ് ആവശ്യം, ആർക്ക് എന്താണ് നമ്മളെ കൊണ്ട് വേണ്ടത് എന്ന് കണ്ടെത്തി അവരെ സഹായിക്കാനും, വിദ്യാഭ്യാസത്തിൽ പിന്നോക്കത്തിൽ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിത്തത്തിൽ മുന്നോട്ട് കൊണ്ടുവരുവാനും, പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് അത് നൽകാനും, ആരെങ്കിലും രോഗിയായി കിടന്നാൽ അവരെ പോയി സന്ദർശിക്കാനും, ചിലവർക്ക് വീട്ടിൽ ആരുമില്ലായിരിക്കാം, നമ്മുടെ BCCന്ന് 2-3 പേർ പോയി അവരോട് അല്പനേരം സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഭാരങ്ങൾ നമ്മോട് ഇറക്കി വെക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആശ്വാസം ലഭിക്കും. അത്തരത്തിലാണ് ഓരോ BCCകളും പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ സഭയുടെ ചെറു പതിപ്പുകളാണ് ഓരോ BCCകളും. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ BCCകൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വളരണം. ഓരോ കുഞ്ഞുമക്കൾക്കും വിശ്വാസം ലഭിക്കുന്നത് അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്, അതായത് തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും. ഇപ്പൊ എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് എന്റെ മാതാപിതാക്കൾ കുഞ്ഞുനാൾ മുതലേ എനിക്ക് തന്ന വിശ്വാസമാണ്. അതുപോലെ ഞാൻ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഈശോ എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അന്ന് എന്നും ഈശോയോട് നന്ദിയുള്ളവളാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ വന്നു കയറി വീട്ടിലായിരുന്നാലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭവനമാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിലും എനിക്ക് അതോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലം BCC ലീഡറായിട്ടാണ് ഞാൻ സെന്റ് ജോർജ് BCCയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ എന്നോട് കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന BCCയിലെ എല്ലാ അംഗങ്ങളും എന്നോടൊപ്പം കൂടെ നിന്ന് സഹകരിച്ചു പോകുന്നവരാണ്. നമ്മുടെ ഉപദേശിയായിരുന്നാലും മുന്നുപദേശിയാണ് നമുക്ക് അവിടെ വചന പ്രഘോഷണമൊക്കെ നടത്തുന്നത്. BCCയിലെ എല്ലാ അംഗങ്ങളും നന്നായിട്ട് സഹകരിച്ചു പോകുന്നു. അത്തരത്തിൽ ഒരു വിശ്വാസ അടിസ്ഥാനത്തിൽ വളർന്നു വരുവാനും, ഇപ്പം 4 BCCയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും നല്ല ഒരു മാതൃകയുള്ള BCC ആയി വളരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി സെന്റ് തോമസ് യൂണിറ്റ് ലീഡർ ശ്രീ സുബീഷ് ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനമുള്ള നമ്മുടെ ഇടവക വികാരി ബിനു വർഗീസ് അച്ഛ, നമ്മുടെ ഇടവക ഉപദേശി ശ്രീ വർഗീസ് ഉപദേശി, നമ്മുടെ മുൻ ഉപദേശി ശ്രീ NN തോമസ്, മറ്റ് നമ്മുടെ BCC കോർഡിനേറ്റർ ശ്രീ ബിജുകുമാർ, സെന്റ് ജോർജ് BCC യൂണിറ്റിന്റെ ലീഡർ സൗമ്യ, നമ്മുടെ കൊച്ചുത്രേസ്യ യൂണിറ്റിന്റെ ലീഡർ ശ്രീ ദേവി, നമ്മുടെ സൺഡേ സ്കൂൾ HM സജിത, KLCA പ്രസിഡന്റ് ശ്രീ സജികുമാർ, പിന്നെ നമ്മുടെ ഈ വേദിയിൽ ഇരുന്നിട്ട് ഇവിടെ നിന്ന് മുങ്ങിയ ദീപു, മറ്റ് മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ. അപ്പോൾ സൗമ്യ പറഞ്ഞതുപോലെ തന്നെയാണ്, ഞാനും പ്രതീക്ഷിച്ചില്ല ഒരു ആശംസ ഇവിടെ അറിയിക്കേണ്ടി വരും എന്നുള്ളത്. കാരണം രാവിലെ എല്ലാ ബിജുവിനെ അറിയിച്ചു. അതോടൊപ്പം ഒരു 3-4 ദിവസം മുമ്പ് തന്നെ നമ്മുടെ ഉപദേശി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഇനി പറ്റിയില്ല എങ്കിൽ ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കണമെന്ന്. അപ്പോൾ ഞാനും പറഞ്ഞ കാണും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനൊരു ആശംസ അറിയിക്കേണ്ടി വരും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാലും 2 വാക്ക്, കാരണം എല്ലാവരും വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ BCCകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും BCCകൾ എങ്ങനെ ആയിരിക്കണം എന്നും നമ്മുടെ കുടുംബങ്ങളിലെ വിശ്വാസം എങ്ങനെയാകണം എന്നെല്ലാം അറിയിച്ചു. കാരണം ഇന്ന് ഈ BCC സംഗമത്തിൽ മൊത്തം 4 BCC യൂണിറ്റുകളാണ് പങ്കെടുക്കുന്നത്. കൊച്ചു ത്രേസ്യ യൂണിറ്റ്, സെന്റ് ആൻസി യൂണിറ്റ്, പിന്നെ വേളാങ്കണ്ണി മാതാ യൂണിറ്റ്, സെന്റ് ജോസഫ് യൂണിറ്റ്. ഈ ബാക്കിയുള്ള 3 യൂണിറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ വേളാങ്കണ്ണി മാതാ യൂണിറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യൂണിറ്റാണ്. കാരണം നമ്മുടെ യൂണിറ്റിന്റെ ലീഡറായി മരിച്ചുപോയ ശ്രീ യോഗന്നമാവനൊക്കെ അവരുടെ നമ്മുടെ മുൻ ഉപദേശി പറഞ്ഞു. കാരണം അവരുടെ ആദ്യ കാലങ്ങളിലൊക്കെ ആ ഒരു യൂണിറ്റ് എന്നല്ല, നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ വളരെയേറെ കഷ്ടപ്പെട്ട് യൂണിറ്റുകൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം നമ്മുടെ ഇടവകയുടെ വിശ്വാസ പ്രവർത്തനങ്ങളിൽ ഇവര് പങ്കാളികളായിരുന്നു. ആ ഒരു യൂണിറ്റായ ശ്രീ യോഗന്ന മാമൻ നയിച്ചു കൊണ്ടുവന്ന ഒരു വേളാങ്കണ്ണി മാതാ യൂണിറ്റിന്റെ അവസ്ഥ കാരണം ഇപ്പോൾ വളരെ ദയനീയമാണ്. അത് ഇവിടെ പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കാരണം എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ ബാക്കിയുള്ള എല്ലാ BCC യൂണിറ്റുകളിലും ഇലക്ഷൻ കഴിഞ്ഞു.
ഈ ഒരു യൂണിറ്റിൽ മൊത്തം 5-6 കുടുംബങ്ങളാണുള്ളത്. ആ ഒരു 5-6 കുടുംബങ്ങൾക്ക് പോലും ഒരുമിച്ച് കൂടിയിരുന്ന് 7 ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഇന്ന് രാവിലെയും അതിനെക്കുറിച്ച് അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു കേട്ടു. ഞാൻ വിളിച്ചിട്ട് ഒരൊറ്റ മനുഷ്യർ വരുന്നില്ല, ആർക്കും താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാനത് എന്ത് ചെയ്യാനാണ് എന്ന്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിറ്റിനെ വളർത്തി എങ്ങനെ വളരെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവന്ന ആ ഒരു യോഹന്നാൻ മാമനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു നന്ദികേടാണ് അത് എന്ന് ഞാൻ പറയും. കാരണം എനിക്കും നല്ല അറിവുള്ളതാണ് ആ യോഹന്നാൻ മാമൻ ആ യൂണിറ്റിനെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭവനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ബാക്കിയുള്ള BCC യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് പുറകെ പോകാതെ ആ ഒരു യൂണിറ്റിനെ എങ്ങനെ നമുക്ക് നിലനിർത്താം, ആ ഒരു യൂണിറ്റിലെ അംഗങ്ങളെ എങ്ങനെ സജീവരാക്കി കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെയും അച്ഛൻ പറഞ്ഞ പക്ഷേ ഞാൻ ഇത്ര ഇതായിട്ട് പ്രതീക്ഷിച്ചില്ല. ഇന്നും ആ ഒരു യൂണിറ്റിൽ നിന്ന് മൊത്തം 1-2 കുടുംബങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ള കുടുംബം അംഗങ്ങൾ, അവിടുത്തെ ലീഡർ ആയിരുന്ന ആൾ പോലും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് എൻ്റെ. കാരണം ഞാൻ ഇതുവരെ വന്നതിന് ശേഷം കണ്ടില്ല. അപ്പോൾ അതാണ് ആ ഒരു യൂണിറ്റിൻ്റെ അവസ്ഥ. നമ്മൾ എല്ലാവരും നമ്മുടെ യൂണിറ്റുകൾക്ക് വേണ്ടിയും നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു യൂണിറ്റിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ച് ആ ഒരു യൂണിറ്റിനെയും കൂടെ നമ്മൾ പഴയ എങ്ങനെയാണോ ആ ഒരു യൂണിറ്റ് പ്രവർത്തിച്ചത് ആ ഒരു യൂണിറ്റിനെ അതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ഇനിയുള്ള പ്രാർത്ഥനകളിൽ ആ ഒരു യൂണിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതോടൊപ്പം കാരണം ഇടവകകാരി നല്ല രീതിയിൽ ആ ഒരു യൂണിറ്റ് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലരും അതൊരു അവർക്കൊക്കെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആർക്കെങ്കിലും ആ ഒരു യൂണിറ്റിൽ അവരെ ഒന്നുകൂടെ കൂട്ടി യോജിപ്പിച്ച് ആ ഒരു യൂണിറ്റ് നിലനിർത്തി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു നമ്മുടെ ഇടവകയോട് കാണിക്കുന്ന ഒരു കടമയായിട്ട് കാരണം അത് കണക്കാക്കാം. കാരണം ഒരുപാട് എനിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു യൂണിറ്റ് വളരെ പെട്ടെന്ന് ഒരു 7-8 കുടുംബം അടങ്ങുന്ന ഒരു യൂണിറ്റ് നമ്മുടെ ഒരു ഇടവകയിൽ നിന്ന് ഇപ്പം അവർക്ക് നിയന്ത്രിക്കാൻ ഒരു നാഥനില്ലാത്ത പോലെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ പങ്കെടുക്കും. കാരണം ആ യൂണിറ്റിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞറിയിക്കാനോ അതിനെ നിയന്ത്രിച്ചു കൊണ്ട് പോകാനോ ഒരു നാഥനില്ലാത്ത അവസ്ഥയായി. ഇത് കൂടിപ്പോയാൽ ഒരു 3 മാസം കൂടെ കഴിയുമ്പോൾ ആ യൂണിറ്റ് പല വഴിക്കായിട്ട് പോകും. കാരണം അതിലുള്ളവർ ചിലപ്പോൾ ഇനി പള്ളിയിൽ വരാതിരിക്കാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി ഒരു യൂണിറ്റ് എന്നുള്ളതിനേക്കാൾ ഒരു 2-3 കുടുംബം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പരമാവധി നമ്മളാ കഴിയുന്ന സഹായ സഹകരണങ്ങൾ എല്ലാവരും നിന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ എല്ലാവരും മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉപദേശി പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന്. അപ്പോൾ ഉപദേശി തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു മാതൃക. അതിന് എന്തായാലും ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് ഈ ഭവനത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇന്നൊരു BCC സംഗമം നടത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആ ഒരു BCC യൂണിറ്റിനും വേണ്ടി നമ്മുടെ 3 ആഗ്രഹങ്ങളിൽ അത് ഒന്നായിട്ട് വെച്ച് കണക്കാക്കി നമ്മൾ പ്രാർത്ഥിക്കുക. അടുത്ത് നമ്മുടെ ജനുവരിക്ക് മുമ്പെങ്കിലും ആ ഒരു BCC യൂണിറ്റിനെ പഴയ രീതിയിൽ നമ്മുടെ ഇടവകയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കണമേ എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസ അറിയിപ്പിക്കാൻ മതബോധന HM ശ്രീമതി സജി ക്ഷണിച്ചു. സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ഇടവക വികാരി ഫാദർ ബിനി വർഗീസ് അച്ഛ, ഉപദേശി, മുൻ ഉപദേശി, മറ്റ് BCC ലീഡേഴ്സ്, KLC പ്രസിഡന്റ്, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കൂടിയിരിക്കുന്നത് തന്നെ എല്ലാവർക്കും അറിവുള്ളതുപോലെ 4 യൂണിറ്റുകളുടെ ഒരു BCC സംഗമത്തിനാണ്. BCC എന്നാൽ എന്താണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാവരും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ എങ്ങനെയാണ് BCC കൊണ്ടുപോകേണ്ടുന്നത് ഉള്ള കാര്യങ്ങളല്ല. BCCയുടെ പ്രഥമ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ഒരുമിച്ച് കൂടുക, നമ്മൾ പ്രാർത്ഥിക്കുക, പങ്കുവയ്ക്കുക. പക്ഷേ ഇന്ന് നമ്മുടെ പല BCCകൾ നോക്കി വന്നാലും കുറച്ച് പേര് മാത്രം ഒരുമിച്ച് കൂടുന്നു. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഏകദേശം പേരുണ്ടാവും, എന്നാലും പങ്കാളിത്തം കുറഞ്ഞു വരികയാണ്. പക്ഷേ എന്നാലും ആരും മോശക്കാരെന്നല്ല, എല്ലാവരുടെ പങ്കാളിത്തം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ BCCയുടെ ഈ വാർഷികത്തിൽ പോലും നമ്മൾ പലരും
ഇന്ന് വരാൻ ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി ഇനിയുള്ള BCCകളിലെല്ലാമെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നന്ദി പറയേണ്ടത് തന്നെ നമ്മുടെ ഈ ഒരു 3 വർഷം നമുക്ക് ഓരോ യൂണിറ്റിലും നേതൃത്വം എടുത്ത ലീഡേഴ്സ്, മറ്റ് ഭാരവാഹികളുണ്ട്. അവരെ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമോ നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്കോ അവരെടുക്കുന്ന എഫേർട്ട് വലുതാണ്. എന്ന് വെച്ചാൽ അവരിൽ കുറച്ച് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവരാൽ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രത്യേകം നമുക്ക് നന്ദി അർപ്പിക്കാം. കൂടാതെ തന്നെ അടുത്ത് നമുക്ക് പുതിയൊരു ഭാരവാഹികൾ ഓരോ യൂണിറ്റിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജനുവരി മുതൽ അവർ വരികയാണ്. അപ്പോൾ അവരുടെ ഒപ്പം നമുക്കും കൂടെ നിന്ന് നമ്മുടെ കൂട്ടായ്മ ഈശോ നമുക്ക് കാണിച്ചു തന്ന അതേ മാതൃകയിൽ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് സ്നേഹം പങ്കുവയ്ക്കുവാനും എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടായി നിന്ന് പ്രാർത്ഥിക്കുവാനും കഴിയട്ടെ എന്നും ഇന്നത്തെ BC സംഗമത്തിന് എല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ആശംസ അറിയിക്കാൻ KLC പ്രസിഡന്റ് ശ്രീ സജീവൻ ശ്രീജു. ഏറെ സ്നേഹബഹുമാനമുള്ള ഇടവകാരിയച്ച, മുൻ ഉപദേശി, ഇപ്പോഴത്തെ ഉപദേശി, ലീഡർമാരെ, ഒരുപാട് സംസാരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും KLCയുടെ ആശംസകൾ അർപ്പിക്കുന്നു. അടുത്തതായി ആശംസ അറിയിക്കാൻ KCYM പ്രതിനിധി ശ്രീ ദീപുവിനെ ക്ഷണിച്ചു പോകുന്നു. സ്നേഹബഹുമാനമുള്ള ഇടവകാരിയച്ച, ഉപദേശി, മുൻ ഉപദേശി, അതുപോലെ സംഘടനാ ഭാരവാഹികളെ, മുൻ യൂണിറ്റ് ലീഡർമാരെ, ഏവർക്കും എന്താ പറയുക, ഏറെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. ഇതുവരെയും എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 4 BCC യൂണിറ്റ് ഒരുമിച്ച് വാർഷികം ആഘോഷിക്കുന്നത്. അതിന് പങ്കാളിയാകാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു. അതുപോലെ യുവജനങ്ങളുടെ പങ്കാളിത്തമുണ്ട്, അതിലേറെ സന്തോഷം. അതുപോലെ KCYM കള്ളിക്കാട് യൂണിറ്റിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അടുത്തതായി സന്ദേശം നൽകുവാൻ കള്ളിക്കാട് ഇടവകാരി ഫാദർ ബിനു വർഗീസിനെ ക്ഷണിച്ചു. സ്നേഹമുള്ളവരെ, 3 യൂണിറ്റിലെ റിപ്പോർട്ട് അവതരിപ്പിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യ കുടുംബയൂണിറ്റിന്റെ വാർഷിക റിപ്പോർട്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ കുടുംബയൂണിറ്റിന്റെ 2022-24 വരെയുള്ള തിരഞ്ഞെടുപ്പ് 19/12/2021 വിശുദ്ധ അന്ന ദേവാലയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. AS പോൾ അച്ഛന്റെ അധ്യക്ഷതയിൽ യോഗം കൂടുകയും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ലീഡർ ശ്രീ ഡേവി, ഉപലീഡർ ശ്രീമതി ഫിലോമിന R, സെക്രട്ടറി ശ്രീമതി ഫിലോമിന L, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ആൻസി, ഖജാൻജി ശ്രീമതി സ്വർണമ്മ, അജപാലനം ശ്രീ രാജേഷ്, സാമൂഹ്യം ശ്രീമതി ഫിലോമിന R, വിദ്യാഭ്യാസം ശ്രീമതി ആൻസി, കുടുംബം ശ്രീമതി ഫിലോമിന L, അൽമായം ശ്രീമതി സച്ചന്റെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ കൈമാറിയും ക്രിസ്മസ് ആഘോഷം നടത്തി. ഇത്രയും എളിയ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമ്മെ സഹായിച്ച ഇടവക വികാരിമാരെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും യൂണിറ്റ് ഭാരവാഹികളെയും മറ്റ് യൂണിറ്റ് അംഗങ്ങളെയും ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. അടുത്തതായി വിശുദ്ധ അന്ന യൂണിറ്റിലെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു.
ബഹുമാനമുള്ള ഇടവക വികാരി അച്ഛൻ, ഉപദേശി, കോർഡിനേറ്റർ, ലീഡർ, മറ്റ് യൂണിറ്റിൽ നിന്നും വന്ന ഭാരവാഹികളെ, യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ, സെന്റ് അന്നാസ് യൂണിറ്റിന്റെ 2023-24 വാർഷിക റിപ്പോർട്ട്. ഞങ്ങളുടെ യൂണിറ്റ് പ്രാർത്ഥനയിൽ ഏകദേശം കുടുംബത്തിലെ അംഗങ്ങളും പങ്കെടുക്കാറുണ്ട്. രോഗികളായി കിടക്കുന്ന ആളുകളുടെ വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തുന്നു. മാതാവിന്റെ വണക്കമാസമായ മെയ് മാസത്തിൽ യൂണിറ്റിലുള്ളവർ ജപമാല പ്രാർത്ഥന നടത്താറുണ്ട്. വിശുദ്ധ വാരത്തിന് യൂണിറ്റിന്റെ പ്രത്യേക പ്രാർത്ഥനയും പെസഹ വേഴം, ദുഃഖവെള്ളി, ഉയർപ്പ് ഞായർ എന്നീ ദിവസങ്ങളിൽ യൂണിറ്റിന്റെ കൂട്ടായ പ്രവർത്തനവും ഉണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിൽ ലീഡറായി ശ്രീമതി ഉഷ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ യൂണിറ്റിലെ മുൻ ലീഡറായിരുന്ന ശ്രീ എം വർഗീസ് ഇപ്പോൾ ഇടവക വികാരിയായി, ഉപലീഡറായി ശ്രീ ബാബുവിനെയും, സെക്രട്ടറിയായി ശ്രീമതി സുജയെയും, ഖജാൻജിയായി ശ്രീമതി ശോഭിയെയും, സാമൂഹിക പ്രതിനിധിയായി ശ്രീമതി പ്രമീളയെയും, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീ കുമാരി ശോനിതയെയും, ആത്മായ ശുശ്രൂഷ പ്രതിനിധിയായി ശ്രീമതി അംബികയെയും, കുടുംബ പ്രേക്ഷിത പ്രതിനിധിയായി ശ്രീമതി ശോഭിയെയും, യുവജന പ്രതിനിധിയായി ആർജിത്തിനെയും, യുവജന പ്രതിനിധി 2022, 23, 24 വർഷങ്ങളിലെ സെന്റ് ജോസഫ് BCC യൂണിറ്റിന്റെ വാർഷിക റിപ്പോർട്ട്. കള്ളിക്കാട് വിശുദ്ധ അന്ന ദേവാലയത്തിൽ BCC യൂണിറ്റുകളുടെ ക്രമീകരണങ്ങളിൽ നിലവിലുണ്ടായിരുന്ന 5 BCC യൂണിറ്റുകളെ 7 BCC യൂണിറ്റായി പുനഃക്രമീകരിച്ചു. തുടർന്ന് പുതുതായി രൂപീകരിച്ച BCC യൂണിറ്റാണ് സെന്റ് ജോസഫ് BCC യൂണിറ്റ്. ഇത് ഇടവകയിലെ 2ാമത്തെ BCC യൂണിറ്റാണ്. നിലവിൽ 9 കുടുംബങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. വേദിയിലായിരിക്കുന്ന ഉപദേശി, മുൻ ഉപദേശി, BCC കോർഡിനേറ്റർ, BCC ലീഡർമാരെ, KLC പ്രസിഡന്റ്, KTC HM, പ്രിയപ്പെട്ട യൂണിറ്റ് ലീഡർമാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞു സഹോദരന്മാരെ, സഹോദരിമാരെ, ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയതിൽ തന്നെ ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഒത്തിരിയേറെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ BCCയിലൂടെ തന്നെ നമുക്ക് നിർവഹിക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുവാനായിട്ട് എല്ലാവരും വിളിച്ച സമയത്ത് ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് പറയണത് കേട്ടപ്പം എനിക്ക് തന്നെ തോന്നി, യഥാർത്ഥത്തിൽ ഇത് വിളിച്ചു കൂട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരെയും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും കടന്നു വന്നു. തീർച്ചയായിട്ടും നിങ്ങളാണ് ഓരോ BCC യൂണിറ്റിൻ്റെയും സജീവ പ്രവർത്തകരും നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു കഥയും ഇപ്രകാരമാണ്. കഥയിൽ ഒരു സംഭവം ഇപ്രകാരമാണ്. ഒരുപക്ഷെ ഞാനത് പള്ളി പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇവരൊക്കെ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. മുൻ ഉപദേശി പറഞ്ഞ കാര്യമാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നത്. 1963 അജർണമെന്തും എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ പോൾ 23-ാമൻ പാപ്പ 2ാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നപ്പോൾ, അതായത് എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ എന്നാണ് ഈ മാർപ്പാപ്പ പോലും പറഞ്ഞത്. അന്ന് എല്ലാ വ്യക്തികളും അന്ന് വിഭാവനം ചെയ്ത മാർപ്പാപ്പന്മാരും മെത്രാന്മാരും അതോടൊപ്പം തന്നെ വൈദികരും ആത്മായ സഹോദരങ്ങളും എല്ലാവരും കൂടി വിഭാവനം ചെയ്ത ഒരു കാര്യമാണ് ഇങ്ങനെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ളത്. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, സിസ്റ്റർ റാണി മരിയയുടെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആ സമൂഹത്തിൽ അപ്പോഴേ സിസ്റ്റർ റാണി മരിയെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മധ്യപ്രദേശിൽ പോയത്. അപ്പോഴാ സിസ്റ്റർ റാണി മരിയുടെ കുഴിമാട് സന്ദർശിച്ചു. സിസ്റ്റർ സേവനം ചെയ്ത കോൺവെന്റുകളൊക്കെ ഞാൻ സന്ദർശിച്ചു. അതോടൊപ്പം സിസ്റ്ററിന് വെടിവെച്ച് കൊന്ന സ്ഥലം എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടേക്ക് പോയ സമയത്ത് എല്ലാ പാവപ്പെട്ട മനുഷ്യരും വിജനമായിട്ടുള്ള സ്ഥലം, ഒരു സ്ഥലത്ത് മാത്രം വില്ലേജ് പോലത്തെ സ്ഥലത്ത് ഒരു 10-50 വീടുണ്ട്. അവിടെ 2 യൂണിറ്റുകളായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. 25 കുടുംബം ഒരു യൂണിറ്റായിട്ടും 25 കുടുംബം ഒരു യൂണിറ്റായിട്ട് നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികൾ അവിടെ ഒരുമിച്ച് കൂടുകയും പരസ്പര സ്നേഹം പങ്കുവയ്ക്കുകയും അവരുടെ പൈസയൊക്കെ അവർ അധ്വാനിച്ച് കിട്ടുന്ന പൈസയൊക്കെ അവർ ഇങ്ങനെ പരസ്പരം കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയൊരു അനുഭവമാണ്.
അവരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്നത് 50 രൂപ 60 രൂപയാണ് അവർക്ക് ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. പക്ഷെ ഈ സമ്പത്ത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അത്രത്തോളം ദാരിദ്ര്യത്തിലാണ് അവർ ജീവിച്ച് കടന്നു പോകുന്നത്. അപ്പോൾ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് യൂട്യൂബിൽ എവിടെയെങ്കിലും ഒരിക്കൽ നമ്മൾ KTSM കുട്ടിയെ കാണിച്ചു കൊടുക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ലായിരുന്നു. ഇപ്പൊ യൂട്യൂബിലൊക്കെ അത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച ഒരു സിസ്റ്ററിന്റെ ജീവിതം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മുൻ ഉപദേശി പറഞ്ഞതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച നമ്മുടെ BCC കൂട്ടായ്മകൾ രൂപപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അതിനുവേണ്ടി ത്യാഗം സഹിച്ച വ്യക്തികളൊക്കെ ഉണ്ട്. നമ്മുടെ ഏറെ പ്രത്യേകിച്ച് നമ്മുടെ സൂസപാക്യം പിതാവ് ആദ്യമായിട്ട് നമ്മുടെ BCC തിരുവനന്തപുരം രൂപതയിൽ കൊണ്ടുവരുന്നത് സൂസപാക്യം പിതാവിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അച്ഛനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച വ്യക്തികളാണ് നമ്മുടെ റൂഫോസ് അച്ഛനും പൊന്നുമുത്തൻ പുനലൂർ ബിഷപ്പായിരിക്കുന്ന പൊന്നുമുത്തൻ പിതാവ്, അതോടൊപ്പം നമ്മുടെ ഗ്രിഗറി അച്ഛൻ, അതോടൊപ്പം ജെയിംസ് കുലാസ് അച്ഛൻ, തിരുവനന്തപുരം രൂപതയിലുള്ള ജെയിംസ് കുലാസ് അച്ഛൻ. ഇനി ഇവരെ മറ്റുള്ളവരുടെ പേരൊക്കെ ഇവർക്കേ അറിയാവൂ, എനിക്കറിയൂ. ഇവരൊക്കെയാണ് ഇതിനൊക്കെ അടിസ്ഥാനമിട്ട വ്യക്തികൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അന്ന് ആഗ്രഹിച്ച തരത്തിലുള്ള BCC കൂട്ടായ്മകളല്ല ഇന്ന് നടന്നു പോകുന്നത്. അന്ന് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങളാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. പാവങ്ങളെയൊക്കെ സഹായിക്കുവാൻ, പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളെയൊക്കെ സഹായിക്കുവാനായിട്ടൊക്കെ പരിശ്രമിച്ചിരുന്നു. പക്ഷെ ഇന്നാകട്ടെ നമ്മുടെ BCC കൂട്ടായ്മ എന്ന് പറയുന്നത് കുറച്ച് അംഗങ്ങൾ ഒരു വീട്ടിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് അവരെല്ലാം തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ക്രിസ്തു എപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചോ അതുപോലെ തന്നെ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ പറഞ്ഞതുപോലെ ഒരു കഥ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്. പണ്ട് കാലത്ത് അപ്പൂപ്പനും അമ്മച്ചിയും നെറ്റിയിൽ കുരിശും വരച്ച് ഒരു കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ട് അവർ അവരുടെ തോട്ടത്തിലേക്ക് ഇറങ്ങും. അപ്പൂപ്പനാകട്ടെ മരിച്ചിനിയുടെ കൂമ്പാരം കൂട്ടുന്ന സമയത്ത് കപ്പയുടെ കൂമ്പാരം കൂട്ടുമ്പോൾ അടുത്ത അരുവിയിൽ പോയി അമ്മച്ചിയാകട്ടെ ഓരോ കപ്പ കമ്പുകൾക്കും വെള്ളം ഒഴിച്ച് നനയ്ക്കും. ഉച്ചയാകുമ്പോൾ പാകമായിട്ടുള്ള ഒരു കപ്പ കമ്പും പിഴുതുകൊണ്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോകും. ഒരുമിച്ച് അതിന്റെ തോല് പൊളിക്കും. ഒരു കലത്തിൽ പാചകം ചെയ്യും. അപ്പൂപ്പനും അമ്മച്ചിയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു പാത്രത്തിലിരുന്ന് ഭക്ഷിക്കും. അവിടെ സ്നേഹമുണ്ട്, ഐക്യമുണ്ട്, കാരുണ്യമുണ്ട്, വിനയമുണ്ട്, എളിമയുണ്ട്, കൂട്ടായ്മ മനോഭാവമുണ്ട്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അപ്പനാകട്ടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ കപ്പ അല്ലെങ്കിൽ ഈ മരിച്ചിനി വാങ്ങിക്കൊണ്ടുവരും. അമ്മയാകട്ടെ അത് പാചകം ചെയ്യും. അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ അമ്മ കഴിക്കും, അപ്പന് ഇഷ്ടമുള്ളപ്പോൾ അപ്പൻ കഴിക്കും, മക്കളായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ കഴിക്കും. ഇവിടെ കപ്പയുമായിട്ടോ കുടുംബവുമായിട്ടോ ഒരു ബന്ധവും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. മക്കളായ എൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ കപ്പയാകട്ടെ കവറിലടച്ച് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് ലഭിക്കും. 50 രൂപയ്ക്കോ 30 രൂപയ്ക്കോ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഈ കപ്പ വാങ്ങാനായിട്ട് ലഭിക്കും. ഇവിടെ കപ്പയുമായിട്ടോ കുടുംബവുമായിട്ടോ ആരുമായിട്ട് ഒരു ബന്ധവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കില്ല. നമ്മുടെ BCC കൂട്ടായ്മകളും ഇപ്രകാരം തന്നെയാണ്. പണ്ട് കാലത്തെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ BCCകൾ പോകണം. കൂട്ടായ്മ മനോഭാവങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോസ്തലന്മാര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു തങ്ങൾക്കുള്ളതൊക്കെ പൊതുവായിട്ട് കരുതിയതുപോലെ നമുക്കും പൊതുവായിട്ട് കരുതുവാനായിട്ട് അവസരമൊക്കെ സഹായിക്കുവാനായിട്ട് ആലംബഹീനരെ സഹായിക്കുവാനായിട്ട് ആശ്രയമായിട്ട് അഭയമായിട്ടൊക്കെ നിൽക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് പഴയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ പൂർവികരുടെ കാലഘട്ടത്തിലേക്ക് നമുക്കൊക്കെ കടന്നു ചെല്ലുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കണം. അതാണ് നമ്മുടെ BCC കൂട്ടായ്മകൾ കൊണ്ട് നമ്മളൊക്കെ വിഭാവനം ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു പുതുമ തീർച്ചയായിട്ടും ഇനി വരും BCCകളിലൊക്കെ പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു വലിയൊരു പുതുമ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. 2ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞ സമയത്ത് ജോൺ 23-ാമൻ പാപ്പ പറഞ്ഞതുപോലെ അജർണമെന്തോ, അതായത് വാതിലുകളൊക്കെ തുറക്കപ്പെടട്ടെ, പുതിയ സാധ്യതകളിലേക്ക്, പുതിയ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക്, പുതിയ കൂട്ടായ്മയിലേക്ക് നമുക്കൊക്കെ കടന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച BCC ഭാരവാഹികൾ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവിടെ വന്ന് ഇപ്പം ഞാൻ പറഞ്ഞതിനെക്കാട്ടിൽ വളരെ മനോഹരമായിട്ട് തങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞവരുണ്ട്, അതിൻ്റെ ചരിത്രം പറഞ്ഞവരുണ്ട്,
അതോടൊപ്പം നമ്മുടെ BCC പ്രാർത്ഥനകൾ എപ്രകാരം ഇനി ശക്തിപ്പെടുത്താം എന്ന് പറഞ്ഞതുകൊണ്ട് അതെല്ലാം കൂടി ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പൂവിന് ഇതളോട് ഇതൾ ചേർത്ത് വയ്ക്കുമ്പോൾ പൂവിന് മനോഹാരിത ഉണ്ടാകുന്നത് പോലെ ഇവർ പറഞ്ഞ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ BCC കൂട്ടായ്മകളൊക്കെ ശക്തിപ്പെടുത്തട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് നിരന്തരം ആഗ്രഹിക്കാം, പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. പുതിയ ആകാശവും പുതിയ ഭൂമി. അടുത്തതായി ഇടവകയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ഫാദർ ബെനു വർഗീസിനെ ഇന്ന് വാർഷികം നടത്തുന്ന യൂണിറ്റുകൾ ചേർന്ന് ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാനായി ഫാദർ ബെനു വർഗീസിനെയും ആദരിക്കാനായി പൊന്നാട അർപ്പിക്കാനായി ഉപദേശിച്ച് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ഇടവകയുടെ വളർച്ചയുടെ മുൻ തലമുറക്കാരൻ മുൻ ഉപദേശി ശ്രീ തോമസ് എന്നനെ ആദരിക്കാൻ അച്ഛനെയും ആദരവേറ്റുവാങ്ങാൻ ശ്രീ തോമസ് എന്നനെ ക്ഷണിച്ചുകൊള്ളുന്നു. സെനനാസ് ഇടവകയുടെ ഉപദേശിയെ ആദരിക്കാൻ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇടവകയുടെ അഭിമാനമായി ദൈവവിളി സ്വീകരിച്ച് സിസ്റ്റർ വിന്ദയ്ക്ക് ആദരം സിസ്റ്ററിന്റെ അമ്മയെ സിസ്റ്ററിന് വേണ്ടി ആദരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനമുള്ള വികാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ ഇപ്പോൾ വാർഷികം നടത്തുന്ന യൂണിറ്റുകളുടെ മുൻ ലീഡർമാരെ ആദരിക്കലാണ്. അതിലേക്കായി വിശുദ്ധ അന്ന യൂണിറ്റിലെ മുൻ ലീഡറായ ശ്രീമതി പ്രസന്നയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരിക്കാനായി അച്ഛനെ. വിശുദ്ധ കൊച്ചുത്രേസ്യ യൂണിറ്റ് മുൻ ലീഡർ ശ്രീമതി ശാന്തയെ ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ മുൻ ലീഡർ ശ്രീ രാജേഷിനെ ക്ഷണിച്ചു. ഈ വാർഷിക പൊതുയോഗത്തിന് നന്ദി പറയുന്നതിനായി ശ്രീമതി പ്രിയയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ BCC കൺവെൻഷന്റെ സമാപന ചടങ്ങിൽ നന്ദി പറയുക എന്ന കർത്തവ്യത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. ആദ്യമായി നന്ദി അർപ്പിക്കേണ്ടത് ഇവിടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ ഇടവികാരി ബഹുമാനമുള്ള ഫാദർ ബിനു വർഗീസ് അച്ഛനാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ 4 യൂണിറ്റിന്റെ പേരിലും
നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിപ്പോയ ശ്രീമതി ആൻസിക്കും മുഖ്യ ആമുഖ സന്ദേശം നൽകിയ ഉപദേശി വർഗീസ് അവറുകൾക്കുമാണ്. അദ്ദേഹത്തിനും ഏറെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് ആശംസ പ്രസംഗം നൽകി കടന്നുപോയ മുൻ ഉപദേശി NN വർഗീസ് അവറുകൾക്കും NN തോമസ് അവറുകൾക്കും BCC കോർഡിനേറ്റർ വിജുകുമാർ TS-നും KLCA പ്രസിഡന്റ് സജികുമാർ TS-നും BCC ലീഡേഴ്സായ ശ്രീമതി സൗമ്യ, ശ്രീമാൻ സുബീഷിനും KTSM HM ശ്രീമതി സജിതയ്ക്കും BCC ലീഡേഴ്സായ ഡേവി അണ്ണനും ഏറെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച 3 യൂണിറ്റിലെയും സെക്രട്ടറിമാർക്കാണ്. അവർക്ക് നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് നമുക്ക് വേണ്ടി ഇവിടെ കൊച്ചു കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ ഇടവകയിലെ കുഞ്ഞുമക്കൾക്കാണ്. അവർ അവതരിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർക്ക് അഡ്വാൻസ് ആയിട്ട് നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് നമുക്ക് ഇവിടെ BCC കൺവെൻഷന് വേണ്ടി നല്ലൊരു ഭവനം സജ്ജമാക്കിയ ഉപദേശിക്കും കുടുംബത്തിനുമാണ്. കൂടാതെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച നമ്മുടെ 4 യൂണിറ്റിലെ യുവജന പ്രതിനിധികൾക്കും ഭക്ഷണം ഒരുക്കിയ നമ്മുടെ 4 യൂണിറ്റിലെ ഓരോ അംഗങ്ങൾക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമ്മുടെ ഈ യൂണിറ്റുകളുടെ കുഞ്ഞുമക്കളുടെ ചെറിയ കലാപരിപാടികൾ നടക്കുകയാണ്. എല്ലാവരും ക്ഷമയോടെ അത് കാണുക. ചെറിയൊരു ക്ഷമാപണം. ഒരു ലീഡറിനെ ആദരിക്കാൻ വിട്ടുപോയി. എക്സ്പ്രേസിയ യൂണിറ്റിന്റെ മുൻ ലീഡർ നമ്മുടെ ദേവമാമനെ വിട്ടുപോയി. മാമനെ ആദരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ദേവി ആദരിക്കുന്ന അച്ഛനെ.